സമയം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വിലപ്പെട്ട ഒരു വസ്തുവാണ് സമയം. അതായത് നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു ലോകം എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷൻ ലോകമാണ്. ഇതിലുള്ള എക്സും വൈയും ഇസഡും ആക്സിസും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് കാണാനും ഫീൽ ചെയ്യാനോ അത് മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു ഡയമെൻഷൻ ആയിട്ടാണ് ടൈം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ടൈം ട്രാവൽ ചെയ്തുകൂടാ? അങ്ങനെ നിങ്ങൾ ടൈം ട്രാവൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുകയും നിങ്ങൾക്ക് പാസ്റ്റ് ചേഞ്ച് ചെയ്യാനും സാധിക്കില്ലേ? അങ്ങനെ നിങ്ങൾ പാസ്റ്റ് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതൊരു പാരഡോക്സ് ക്രിയേറ്റ് ചെയ്യുമോ? ഇത്തരത്തിലുള്ളൊരു ടൈം ട്രാവൽ മെഷീൻ നമ്മൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ? ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടൈം ട്രാവൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയിൽ അല്ലെങ്കിൽ ഒരു ഫാന്റസി മൂവിയിൽ കേൾക്കുന്ന ഒരു സംഭവമായിട്ട് പലർക്കും തോന്നുമെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ടൈം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഐൻസ്റ്റീൻ പറഞ്ഞ പ്രകാരം ടൈം എന്ന് പറയുന്നത് 4th ഡയമെൻഷൻ ആണെന്നും ഈ ഡയമെൻഷനിലാണ് നമ്മൾ എല്ലാവരും തന്നെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതുമാണ്. അങ്ങനെ നമ്മൾ ടൈമിൻ്റെ ഡയമെൻഷനിലും ആ ഒരു ഡയറക്ഷനിലുമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് മറ്റ് 3 ഡയമെൻഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം ടൈം നമ്മൾക്ക് ഇൻവിസിബിൾ ആയിട്ട് പോകുന്നു എന്നുള്ളതാണ്. സോ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ടൈമിൻ്റെ ഡയറക്ഷനിലാണെങ്കിൽ ഈ ഡയറക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം മെഷീൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തിയററ്റിക്കലി അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു ഡിവൈസ് നമ്മൾക്ക് ഇപ്പോൾ അവൈലബിളും ആണ്. ഏകദേശം ഇതേപോലെ ആയിരിക്കും നമ്മുടെ ടൈം ട്രാവലിംഗ് ഡിവൈസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു സാധാരണ സ്പേസ് ഷിപ്പാണല്ലോ, ഇതെങ്ങനെയാണ് ഒരു ടൈം ട്രാവൽ ഡിവൈസ് ആകുന്നത് എന്നുള്ളത്. അതായത് ഇതിൽ ഒരൊറ്റ എലിമെൻറ്റ് മാത്രം കുറച്ച് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ടൈം മെഷീൻ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു എലിമെൻ്റ് എന്ന് പറയുന്നത് ഈ സ്പേസ് ഷിപ്പിൻ്റെ സ്പീഡാണ്. അതായത് നമ്മൾ സ്പേസ് ഷിപ്പിൻ്റെ സ്പീഡ് ഏകദേശം ലൈറ്റിൻ്റെ അതേ സ്പീഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ടൈം ട്രാവൽ പോസിബിൾ ആണ്. സോ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രകാരം നിങ്ങൾ ഫാസ്റ്റർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സമയം കുറച്ച് മാത്രമേ എടുക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ 2 വ്യക്തികൾ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തിലേക്ക് പോവുകയാണ്. എന്നാൽ ഒരു വ്യക്തിയുടെ സ്പീഡ് കുറവും മറ്റു വ്യക്തിയുടെ സ്പീഡ് കൂടുതലുമാണെങ്കിൽ ഇവർ രണ്ടുപേരും ഡെസ്റ്റിനേഷൻ എത്തുന്ന സമയത്ത് സ്പീഡ് കൂടുതലുള്ള വ്യക്തി കുറവ് സമയത്തിൽ അവിടെ എത്തുകയാണ്. അതേസമയം സ്പീഡ് കുറവുള്ള വ്യക്തി കൂടുതൽ സമയത്തിലാണ് അവിടെ എത്തുന്നത്. സോ അത്രയും സമയം നമ്മൾക്ക് ലാഭം കിട്ടി. സോ അത്രയും സമയം നമ്മൾ ഫ്യൂച്ചറിലേക്ക് പെട്ടെന്ന് എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്പീഡ് നമ്മൾ കൂട്ടി ഏകദേശം ലൈറ്റിൻ്റെ സ്പീഡിൽ എത്തുവാണെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് എത്തുന്നതായിരിക്കും. ഈ ഒരു പോയിന്റിൽ നമ്മൾക്ക് സ്പേസും ടൈമും ബെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ കുറച്ചുകൂടി വലിയൊരു ലെവലിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു 40 ലൈറ്റ് ഇയർ അപ്പുറത്ത് നമ്മൾക്കൊരു പ്ലാനറ്റ് ഉണ്ട് എന്നും നമ്മൾ ഇവിടെ നിന്ന് ഒരു സ്പേസ് ഷിപ്പിൽ ഏകദേശം 99% സ്പീഡ് ഓഫ് ലൈറ്റിൽ പോവുകയാണ് എന്നും ചിന്തിക്കുക. ഇപ്പം നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഏകദേശം 1 വർഷത്തിൽ നിങ്ങൾ അവിടെ എത്തുകയാണ് ചെയ്തത്. 1 വർഷത്തിന് ശേഷം അവിടെ എത്തിയപ്പോൾ അവിടെ നിങ്ങൾക്ക് ലൈഫ് സസ്റ്റൈനബിൾ ആയിട്ടൊരു പ്ലാനറ്റ് ആണ് എന്ന് മനസ്സിലായി. സോ ആ ഒരു അറിവ് നിങ്ങൾക്ക് തിരിച്ച് എർത്തിൽ എത്തിക്കണം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ വരുവാണ്. സോ അതേ സ്പീഡിൽ 99% സ്പീഡ് ഓഫ് ലൈറ്റിൽ നിങ്ങൾ തിരിച്ച് 1 വർഷം കൂടെ എടുത്ത് മൊത്തത്തിൽ 2 വർഷത്തിൽ നിങ്ങൾ പോയിട്ട് തിരിച്ച് എർത്തിലേക്ക് വന്നു. എന്നാൽ എർത്തിൽ വന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം നിങ്ങൾ കാണുകയാണ്. അതായത് നിങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സമപ്രായക്കാരായിട്ടുള്ള വ്യക്തികൾ മിക്കവരും തന്നെ മരണപ്പെട്ടു പോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ വളരെ വാർദ്ധക്യത്തിലെത്തി എന്നുള്ളതാണ്. സോ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറും 2 വർഷം മാത്രമേ ഇവിടെ നിന്ന് അവിടെ പോയിട്ട് തിരിച്ചു വരാനായിട്ട് എടുത്തുള്ളൂ എങ്കിലും ഭൂമിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സൈഡ് നിങ്ങൾക്ക് പോകാനായിട്ട് 40 വർഷമാണ് എടുത്തത്. സോ മൊത്തത്തിൽ 80 വർഷമാണ് ഭൂമിയിൽ കടന്നുപോയത്. അപ്പോൾ ഈ ഒരു 80 വർഷം ഭൂമിയിൽ കടന്നുപോയപ്പോൾ നിങ്ങൾക്ക് വെറും 2 വയസ്സ് മാത്രമേ കൂടിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ട്രാവൽ ചെയ്തിട്ടാണ് തിരിച്ച് പാസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഫിനോമിനെ പറയുന്നതാണ് ടൈം ഡയലേഷൻ. ഈ ടൈം ഡയലേഷൻ മിക്ക ആസ്ട്രോനോട്ട്സിനും ഇപ്പോഴും സംഭവിക്കുന്നതാണ്. അതായത് സ്പേസ് സ്റ്റേഷനിലുള്ള ആസ്ട്രോനോട്ട്സിന് ഭൂമിയിലുള്ളവരെക്കാളും കുറച്ചുകൂടി കുറവിലായിരിക്കും ഏജ് ആവുന്നത്. അതായത് അവർ ഏകദേശം 0.00002% കുറവായിട്ടാണ് ഭൂമിയിലുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏജ് ആവുന്നത് എന്നുള്ളതാണ്. സോ ഒരു ടൈം മെഷീൻ കണ്ടുപിടിക്കുന്നതിൽ നിന്ന് നമ്മൾ എത്രത്തോളം ദൂരെയാണെന്ന് ചോദിച്ചാൽ ഭൂമിയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് സ്പേസിലൂടെ പോകാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ എന്ന് പറയുന്നത് അപ്പോളോ 10 ആയിരുന്നു. ഏകദേശം 11,000 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു ഈ ഒരു സ്പേസ് ഷിപ്പിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു ടൈം മെഷീൻ ഉണ്ടാകണമെങ്കിൽ അതിന് വേണ്ട സ്പീഡ് എന്ന് പറയുന്നത് 299 മില്യൺ മീറ്റർ പെർ സെക്കൻഡ് വേണം. സോ ആ ഒരു സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ടൈം ട്രാവൽ പോസിബിൾ ആവുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഒരു സൂപ്പർ സോണിക് ജെറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ജെറ്റിൻ്റെ സ്പീഡ് നമ്മുടെ സൗണ്ടിൻ്റെ അതേ സ്പീഡിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നതായിരിക്കും.
ഈ ഒരു ശബ്ദം നമ്മുടെ സൗണ്ട് ബാരിയർ ബ്രേക്ക് ആകുമ്പോൾ ഉള്ള ശബ്ദമാണ്. അതായത് സ്പീഡ് ഓഫ് സൗണ്ടിൽ നമ്മുടെ വെഹിക്കിൾ എത്തുന്ന സമയത്താണ് സൗണ്ട് ബാരിയർ ബ്രേക്ക് ആവുന്നത്. എന്നാൽ ഇതേപോലെ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റിൽ എത്തുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മുടെ ലൈറ്റ് ബാരിയർ ബ്രേക്ക് ആവുന്നു. ലൈറ്റ് ബാരിയർ ബ്രേക്ക് ആവുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു ഫിനോമിനാണ് വേം ഹോൾ. അതായത് വേം ഹോൾ എന്ന് പറയുന്നത് നമ്മുടെ സ്പീഡ് ഓഫ് ലൈറ്റും നമ്മുടെ സ്പീഡും ഒരേതായിട്ട് എത്തുന്ന സമയത്ത് നമ്മൾക്ക് മറ്റ് യൂണിവേഴ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഫ്യൂച്ചറിലേക്കോ പാസ്റ്റിലേക്കോ ടൈമിനെ ഡയലേറ്റ് ചെയ്യാനും ബെൻഡ് ചെയ്യാനായിട്ടും ഉള്ള കഴിവ് നമ്മൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സോ ഒരു വേം ഹോൾ ഉണ്ടെങ്കിൽ വളരെ അധികം മില്ലി സെക്കൻഡിൻ്റെ ഒരു നിമിഷ നേരത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ എങ്കിലും ആ ഒരു നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും പാസ്റ്റിലേക്കും വേറെ യൂണിവേഴ്സിലേക്കും വരെ പെട്ടെന്ന് ടൈം ബെൻഡ് ചെയ്തുകൊണ്ട് ഡിസ്റ്റൻസ് 0 ആക്കിക്കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കേൾക്കാൻ വളരെ രസകരമായിട്ടും എന്നാൽ കൺഫ്യൂസിംഗ് ആയിട്ടും തോന്നുന്നൊരു കൺസെപ്റ്റ് ആണെങ്കിലും അഥവാ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവും. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇങ്ങനെ ഒരു ടൈം ട്രാവൽ ഡിവൈസിൽ കയറി നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ മാരേജിൻ്റെ ആ ഒരു ഡേക്ക് തൊട്ട് തലേ ദിവസം നിങ്ങൾ എത്തുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു ദിവസം നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറോട് നിങ്ങൾ കൺവിൻസ് ചെയ്യുവാണ് നിങ്ങളുടെ ഗ്രാൻഡ് മദറിനെ കല്യാണം കഴിക്കേണ്ട എന്ന്. അങ്ങനെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത നിമിഷം നിങ്ങൾ ഇല്ലാതെ ആവുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും മാരി ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഫാദർ ഉണ്ടാവില്ല, ഫാദർ ഉണ്ടായില്ല എങ്കിൽ നിങ്ങൾ ഉണ്ടാവില്ല. സോ നിങ്ങൾ തന്നെ പാസ്റ്റിൽ പോയിട്ട് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഇല്ലാതെ ആവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ രസകരമായിട്ട് വേറൊരു ചിന്തയും കൂടെ നമ്മൾക്ക് വരാവുന്നതാണ്. അതായത് ഒരു വ്യക്തി സാധാരണമായി മരണപ്പെടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള ആ ഒരു ന്യൂറൽ സെൽസ് വളരെ റാപ്പിഡായിട്ടും വളരെ ഫാസ്റ്റായിട്ടും സ്പീഡ് ഓഫ് ലൈറ്റിൽ എത്തുകയും അത് കാരണം നമ്മൾ വേറൊരു ഡയമെൻഷനിലേക്ക് അഥവാ നമ്മുടെ പാസ്റ്റിലേക്ക് തന്നെ നമ്മുടെ മെമ്മറീസിൽ ഫുള്ളും നമ്മുടെ പാസ്റ്റ് ഉള്ളത് കൊണ്ട് അറിയാതെ നമ്മൾ പാസ്റ്റിലേക്ക് പോവുകയും അവിടെ എന്തെങ്കിലും ഒരു എലിമെൻ്റ് നമ്മൾ അറിയാതെ ചേഞ്ച് വരുത്തുകയും അത് കാരണം നമ്മൾ ഇല്ലാതെ ആവുന്നു എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്ന് വരെയും പല ഫിസിസിസ്റ്റും പറയുന്നുണ്ട്. സോ അത്രയും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് പാസ്റ്റിലേക്ക് നമ്മൾ ടൈം ട്രാവൽ ചെയ്യുക എന്നുള്ളത്. സോ ടൈം എന്ന് പറയുന്നത് നമ്മൾക്ക് അറിയാവുന്ന അത്രയും വളരെ ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഡയമെൻഷനാണ് എന്നുള്ളതാണ്. അതായത് എപ്പോഴും മുന്നോട്ട് മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഡയമെൻഷനാണ് ടൈം. അതായത് നമുക്ക് ടൈമിൽ മുന്നോട്ട് കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പറ്റും, എന്നാൽ പുറകിലേക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്നാണ് നമ്മൾക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ടൈം ട്രാവൽ വഴി നിങ്ങൾക്ക് പുറകിലേക്ക് പോകാൻ സാധിച്ചുവെങ്കിൽ ആ സമയത്ത് നിങ്ങൾ കാണുന്ന കാഴ്ചകളെല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റാനിക് എന്ന് പറഞ്ഞ ഷിപ്പ് കുറേയധികം ആൾക്കാരെ മരണത്തിൽ നിന്നും രക്ഷിച്ച ഒരു കപ്പലായിട്ട് മാറുകയുണ്ടാവും. സോ ഇതേപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസും ടെക് വീഡിയോസും എല്ലാം ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.